നമസ്കാരം. ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഇന്ന് നമുക്ക് വ്യാഴമാറ്റം 2026-27 ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ദോഷഫലങ്ങൾ നൽകുന്ന ലഗ്നക്കാരും നക്ഷത്രങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് വരുന്നത് ചിങ്ങലഗ്നമാണ്. ചിങ്ങലഗ്നക്കാർക്കും ചിങ്ങക്കൂറിൽ വരുന്നതായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്കും ഗുരു 12-ാം ഭാവത്തിലാണ് ഗോചരത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനച്ചിലവ് വരുന്നതായ ഒരു സമയമാണ്. പക്ഷെ ഇവിടെ വീടിന് യോഗം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ വീടിന് വേണ്ടിയിട്ടുള്ളതായ ധനച്ചെലവും നമ്മൾക്ക് ഇവിടെ ചിന്തിക്കാം. വീട് വെക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ റിനോവേഷൻസിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സൊക്കെ മേടിക്കുക, അങ്ങനെയുള്ളതായ ചെലവുകൾ നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ദൈവാധീനം കുറച്ച് മറഞ്ഞു നിൽക്കുന്നതായ സമയമാണ്. അതുകൊണ്ട് തന്നെ കായിക തടസ്സങ്ങളും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ മാനസിക സംഘർഷങ്ങൾ സാധ്യതയുള്ള ഒരു സമയമാണെന്ന് പറയാം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. ഹോസ്പിറ്റൽ എക്സ്പെൻസസിനൊക്കെ സാധ്യതയുള്ള സമയമാണെന്നുള്ളതാണ്. അടുത്തത് ധനു ലഗ്നമാണ്. ധനു ലഗ്നക്കാർക്കും ധനുക്കൂറിൽ വരുന്നതായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രങ്ങൾക്കും ഗുരു 8ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ദൈവാധീനം മറഞ്ഞിരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ തന്നെ 8ാമത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ളതായ ദുഃഖങ്ങൾ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളതായ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം സാധ്യത ചിന്തിക്കാം. അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ളതായ സാധ്യത ചിന്തിക്കാം. ധനച്ചെലവ് ചിന്തിക്കാനായിട്ട് സാധിക്കും. വീടിന് യോഗം ഇവിടെയും ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വിദേശ യോഗം നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. കാര്യതടസ്സങ്ങളും താമസങ്ങളും ഉണ്ട്. പക്ഷെ വീടിന് യോഗം കൂടി ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണ്ടതായ ഒരു സമയമാണ് എന്നും പറയാം. ഓക്കെ, അടുത്ത ലഗ്നം എന്ന് പറയുന്നത് കുംഭമാണ്. കുംഭലഗ്നക്കാർക്കും കുംഭം രാശിയിൽ വരുന്നതായ അവിട്ടം 3-4 പാദം, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളുമാണ് കുംഭക്കൂറിൽ വരുന്നത്. കുംഭം ലഗ്നക്കാർക്ക് ഗുരു 6-ാം ഭാവത്തിലാണ് ഗോചരം ചെയ്യുന്നത്. 6 എന്ന് പറയുന്നത് ശത്രു, രോഗം, കടം ഇതൊക്കെ ചിന്തിക്കുന്നതായ ഭാവമാണ്. അവിടേക്ക് ഗുരു എത്തിയിരിക്കുന്നു. ഇവിടെയും ദൈവാധീനം കുറച്ച് കുറഞ്ഞിരിക്കുന്നതായ സമയമാണെന്ന് പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സാധ്യത ചിന്തിക്കാനായിട്ട് സാധിക്കും. കോർട്ട് കേസസിനും സാധ്യത ചിന്തിക്കാൻ പറ്റുന്നതായ സമയമാണ്. വരവിനോടൊപ്പം തന്നെ ധനച്ചെലവും സാധ്യതയുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ്. പിന്നെ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് അതിൽ വിജയസാധ്യത നമുക്ക് ചിന്തിക്കാം. എന്തെങ്കിലും കേസ് നടക്കുന്ന ആളുകൾക്ക് അതിലും വിജയസാധ്യത ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പുതിയ കേസിലൊക്കെ ചെന്ന് പെടാതെയും ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണ്ടതായ ഒരു സമയമാണ് കുംഭം ലഗ്നക്കാർക്ക്. ഇവിടെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിലും ദാനധർമ്മങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അതേപോലെ ആശുപത്രി ചികിത്സയ്ക്കായിട്ടൊക്കെ പാവപ്പെട്ടവർക്ക് പൈസ ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം കൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുകയും പഴം നിവേദ്യം സമർപ്പിക്കുന്നതും നല്ലതാണ്. ആരോഗ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ദേവീ കവചം ചൊല്ലുന്നതും കേൾക്കുന്നതും നല്ലതാണ്. അതുപോലെ കർക്കിടകം രാശിയിലിരിക്കുന്ന ഗുരു, അതുകൊണ്ട് ഓം ചന്ദ്രശേഖരായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് എന്നുള്ളതാണ്. പിന്നെ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ചിങ്ങം, ധനു ലഗ്നക്കാർക്ക് ഗൂഢശാസ്ത്രം പഠിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളതായ സമയമാണ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.